My dear students, greetings to all. The second part of the second chapter, we are going to study a particular type of cells. The last class we have seen, animal body consists of different types of tissues. For example, epithelial tissues are there, nervous tissues are there, muscular tissues are there, and connective tissues are also there. Blood, cartilage, fibrous tissue, blood, cartilage, fibrous tissue, and bone are examples of connective tissues. And teacher is going to ask one question. Where do all these tissues originate? എവിടുന്ന ഈ സെൽസ് എല്ലാം ഉണ്ടായി വന്നത്, പലതരം ടിഷ്യൂസ് ഉണ്ടായി വന്നത് എവിടുന്ന? Can you say? Where? ഇല്ല. എങ്കിൽ ടീച്ചർ വേറൊരു കാര്യം ചോദിക്കാം. നിങ്ങൾ പേപ്പറിൽ ചില സമയത്ത് ചില അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടുണ്ടോ? ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള വ്യക്തിക്ക് സ്റ്റെം സെൽസ് ആവശ്യമുണ്ട്, എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു രോഗിക്ക് സ്റ്റെം സെൽസ് ആവശ്യമുണ്ട്. കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, ആശുപത്രിയിലെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ചെല്ലുമ്പോൾ പ്രൈവറ്റ് ആശുപത്രിയുടെയൊക്കെ ഫ്രണ്ടിലായിട്ട് ചില പരസ്യം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും അറിയുന്നതിനായിട്ട് ഈ ആശുപത്രിയിൽ സ്റ്റെം സെൽ സ്വീകരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമുള്ള സൗകര്യമുണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ? പേപ്പറിലൊക്കെ വരാറുണ്ട്. നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികളുടെയൊക്കെ വാതിക്കൽ അങ്ങനെയുള്ള ഒരു ബോർഡും ഉണ്ട്, ചില പരസ്യ ബോർഡുകളും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാഞ്ഞതാണ്. ഇനി പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. അപ്പോൾ വാട്ട് ആർ ദി സ്റ്റെം സെൽസ്? എന്താണ് വാട്ട് ആർ ദ സ്റ്റെം സെൽസ്? പേജ് നമ്പർ 24 and 25. അപ്പോൾ സ്റ്റെം സെൽസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. വാട്ട് ഈസ് ദ ഫസ്റ്റ് സെൽ ഓഫ് ലൈഫ്? നിങ്ങൾ ഓരോരുത്തരും, ആദിത്യൻ, മിഥുൻ, ബിനു ഒക്കെ ആദ്യം ഉണ്ടായപ്പം എത്ര സെല്ലുണ്ടായിരുന്നു? അല്ലെ ഒരു കോഴിക്കുഞ്ഞ്, ഈ കോഴിക്കുഞ്ഞ് ഫസ്റ്റ് ഉണ്ടായപ്പോൾ എത്ര സെല്ലാണ്? അല്ലെ ഒരു ആന ആദ്യം അതിൻ്റെ സെല്ല് എത്ര എണ്ണമായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? The first cell of life is zygote. Zygote എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സെൽ. The single cell. ഇത് ഉണ്ടാകുന്നത് ഈ വർഷം തന്നെ നമ്മൾ ഈ വർഷത്തെ നിങ്ങളുടെ ലാസ്റ്റ് ചാപ്റ്ററിൽ അത് പഠിക്കും. What is zygote? ഇപ്പം നിങ്ങളിത് പഠിക്കുക. അമ്മയുടെ വയറ്റിൽ എല്ലാ ആനിമൽസിൻ്റെയും ഫീമെയിൽ മദറിൻ്റെ വയറ്റിൽ ഒരു ജീവൻ ഉണ്ടാവുന്നത് ഒറ്റ സെല്ലാണ്, സൈഗോട്ട്. ദാറ്റ് സെൽ ഈസ് നോൺ ആസ് സൈഗോട്ട്. സൈഗോട്ടിനെ നമുക്ക് വേണമെങ്കിൽ ഒരൊറ്റ സിംഗിൾ സെല്ലായിട്ട് ഇങ്ങനെ ചെയ്യാം. സൈഗോട്ട് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ യൂണിയൻ ഓഫ് ആൻ എഗ് ആൻഡ് സ്പേം. സൈഗോട്ട് ഈസ് ഫോംഡ് ആസ് ദ യൂണിയൻ ഓഫ് എഗ് ആൻഡ് സ്പെം. അപ്പോൾ ആദ്യം അമ്മയുടെ വയറ്റിൽ ഉണ്ടാവുന്ന ഈ സെല്ലാണ് സൈഗോട്ട്. ദാറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് യുവർ ലൈഫ്. ഏത് ആനിമലിനാണേലും, പ്ലാന്റ്സിലും അങ്ങനെ തന്നെയാണ്. കുറച്ച് വേരിയേഷൻസ് ചിലയിടത്തൊക്കെ കാണാമെങ്കിലും ഇൻ ഓൾമോസ്റ്റ് ഓൾ പ്ലാന്റ്സ് ദ സെയിം തിങ് ഈസ് ഹാപ്പൻ. ദ ഫസ്റ്റ് സെൽ ഓഫ് ലൈഫ് ഈസ് സൈഗോട്ട്. ദെൻ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഈ സൈഗോട്ട് അണ്ടർഗോസ് ഡിവിഷൻ. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഒരേപോലെയുള്ള കുറച്ച് സെൽസ് ഉണ്ടാകും. ദീസ് സെൽസ് ആർ നോൺ ആസ് ഫീറ്റൽ സെൽസ്. അപ്പോൾ സൈഗോട്ട് ആദ്യം ഒരു സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, പിന്നെ 2 സെല്ലാവുന്നു,
പിന്നെ 3 സെല്ലായി, പിന്നെ 4 സെല്ലായി, പിന്നെ 5 സെല്ലായി, 6 സെല്ലായി, 7 സെല്ലായി. അങ്ങനെ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് കുറേയേറെ സിമിലർ സെൽസ് ഉണ്ടാകുന്നു. These similar cells are known as fetal cells. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഫീറ്റൽ സെൽ ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ അമ്മയുടെ വയറ്റിലായിരിക്കുന്ന ആദ്യത്തെ ആഴ്ചകളിൽ ഒരു അവയവവും നമുക്ക് സ്പെഷ്യലായിട്ട് ഫോം ചെയ്യത്തില്ല. സൈഗോട്ടിൽ നിന്നും ഒരേപോലെയുള്ള കുറച്ച് സെൽസ് ഉണ്ടാവുക, ഡിവൈഡ് ചെയ്ത്. ഈ സെൽസിന് പറയുന്നതാണ് ഫീറ്റൽ സെൽസ്. ഇനി ഈ ഫീറ്റൽ സെൽസ് ക്രമേണ എന്ത് ചെയ്യും? ട്രാൻസ്ഫോം ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. നെർവസ് ടിഷ്യൂസ്, മസ്കുലാർ ടിഷ്യൂസ്, എപ്പിത്തീലിയൽ ടിഷ്യൂസ്. അവിടെ നിന്നും പല അവയവങ്ങൾ, കാല്, കൈ, കണ്ണ്, മൂക്ക്, നാക്ക്, ഇങ്ങനെ പോകും. മനസ്സിലായോ? അപ്പോൾ ഈ ഫീറ്റൽ സെൽസിൽ നിന്നാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആർ ഫോം വിത്തിൻ ദ ഫീറ്റൽസ്. അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിൽ ഈ ഫീറ്റൽ സെൽസ് ട്രാൻസ്ഫോംഡ് ഇൻടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. ഇനി സംഭവിക്കുന്ന ഒരു കാര്യം, ഈ ഫീറ്റൽ സെൽസ് കുറച്ച് നമ്മുടെ ജീവിതാവസാനം വരെ നമ്മുടെ ബോഡിയിൽ റിമൈൻ ചെയ്യും. ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് cells remaining there? We can see the remains of this past within the digestive tract, bone marrow and skin. അപ്പോൾ കുറച്ച് ഈ ഫീറ്റൽ സെൽസിൻ്റെ സൈഗോട്ടിൽ നിന്നും ഡയറക്റ്റ് ഉണ്ടായ സിമിലർ സെൽ, ആ ഫീറ്റൽ സെൽസിൻ്റെ കുറച്ചൊക്കെ നമ്മുടെ ബോഡിയിൽ സ്കിന്നിലുണ്ടാവും, ബോൺ മാരോയിലുണ്ടാവും, പിന്നെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റെം സെൽസ് എന്ന് പറയുക. അപ്പോൾ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദീസ് ഫീറ്റൽ സെൽസ്? ഒരു ഫീറ്റൽ സെൽ അല്ലെങ്കിൽ ഒരു ഭ്രൂണ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ ഈ ഫീറ്റൽ സെൽസിന് എന്ത് സാധിക്കും? ദേ ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ്. They can form kidney, they can form brain, they transformed into skin, they transformed into muscle cells. അല്ലേ? അപ്പോൾ ഏത് സെല്ലായിട്ടോ ഏത് ഓർഗനായിട്ടോ ട്രാൻസ്ഫോം ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ഫീറ്റൽ സെല്ലിനുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ റിമൈൻസ് നമ്മുടെ ബോഡിയിലുണ്ട് എന്ന് പറയുമ്പോൾ ആ സെൽസിനും എന്ത് ചെയ്യാൻ സാധിക്കും? They can also make different types of organs or different tissues. They are known as stem cells. അപ്പോൾ പത്രത്തിൽ ഇപ്പോൾ പരസ്യം കാണാറുണ്ടോ എന്ന് ടീച്ചർ ചോദിച്ചില്ലേ? സ്റ്റെം സെൽസ് ആവശ്യമുണ്ട്, എ പോസിറ്റീവ് രോഗിയുടെ സ്റ്റെം സെൽസ് ആവശ്യമുണ്ട്, ബി പോസിറ്റീവ് രോഗിയുടെ സ്റ്റെം സെൽസ് ആവശ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തയ്യാറായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ എവിടെ നിന്നായിരിക്കും ഈ സ്റ്റെം സെൽസ് അവർ കളക്ട് ചെയ്യുന്നത്? ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ നിന്നാവാം, സ്കിന്നിൽ നിന്നാവാം, അല്ലെങ്കിൽ ബോൺ മാരോയിൽ നിന്നാകാം. മോസ്റ്റ് കേസസ് നമ്മൾ ഇപ്പോൾ ബോൺ മാരോയിൽ നിന്നാണ് ഇങ്ങനെ തയ്യാറുള്ളവരുടെ കയ്യിൽ നിന്നും സ്റ്റെം സെൽ എടുക്കുന്നത്. അപ്പോൾ ക്യാൻ യു ഡിഫൈൻ വാട്ട് ആർ സ്റ്റെം സെൽസ്? ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു എനി കൈൻഡ് ഓഫ് സെൽസ്. അപ്പോൾ അവയുണ്ടെങ്കിൽ എന്താ പറ്റുന്നത്? ഒരാൾക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ട്, ആളുടെ ബ്ലഡ് മുഴുവൻ ചീത്തയാണ്, അത് മാറ്റിയിട്ട് അയാളുടെ പോലത്തെ സ്റ്റെം സെല്ല് കിട്ടുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? അയാളുടെ ദാറ്റ് സ്റ്റെം സെൽസ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു ബ്ലഡ് സെൽസ് അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി സ്റ്റെം സെൽ തെറാപ്പി? Stem cells therapy, it is advanced method of medical science. Then
Science can develop the desired type cells from stem cells in research centers under specific laboratory conditions. ഇനിയിപ്പോൾ നമ്മൾ പ്രായമായ ആളുകൾക്ക് രോഗം വരുമ്പോഴാണ് ഇതുപോലെയുള്ള സ്റ്റെം സെൽസ് മറ്റുള്ളവരിൽ നിന്നും കളക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ടീച്ചർ നിങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മൾ ചില ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ആശുപത്രികളിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, ഈ ആശുപത്രിയിൽ സ്റ്റെം സെൽ തെറാപ്പിക്കുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അതായത് കുട്ടി ജനിക്കുമ്പോഴേ ആ സ്റ്റെം സെൽസ് എടുത്ത് സൂക്ഷിച്ച് വെച്ച് ലബോറട്ടറിയിൽ സ്പെസിഫിക് കണ്ടീഷനിൽ സൂക്ഷിച്ച് വെക്കാനുള്ള സൗകര്യങ്ങളുണ്ടെന്നാണ്. അങ്ങനെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാലുള്ള നേട്ടം എന്താണ്, ഭാവിയിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും മാരകമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും, ആ സ്റ്റെം സെല്ലിൽ നിന്നും ഇതുപോലെയുള്ള ഓർഗൻസ്, ഏത് ഓർഗനാണോ അസുഖം വന്നത് ആ ഓർഗൻ മാറ്റിവെച്ചിട്ട് പുതിയ ഓർഗൻ ഡെവലപ്പ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. The artificial synthesis of organs and to cure the diseases like blood cancer, Parkinson's, etc. So this much about stem cell therapy. I think you have to understand what are stem cells and what is the importance of stem cell therapy. Then after this class you have to write these questions. Thank you.